السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام را تلك آيات الكتاب المبين. إنا أنزلناه قرآنا عربيا لعلكم تعقلون. نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, തഅമ്മുലാത്തുൻ ഫീ സൂറത്തി യൂസുഫ്, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പേരിലുള്ള പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമാണ് സൂറത്ത് യൂസുഫ്. ആ അധ്യായമാണ് ഇൻഷാ അല്ലാഹ് ഏതാനും ക്ലാസുകളിലൂടെ, അവയിലൂടെയുള്ള ഒരു യാത്രയാണ് ഞാനും നിങ്ങളും നടത്താൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ അർത്ഥം ഗ്രഹിക്കുകയും ചിന്തിക്കുകയും പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കിയായ ഒരു സൂറത്താണ് സൂറത്ത് യൂസുഫ്. നമുക്കെല്ലാം അറിയാം, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ രണ്ട് ഇനങ്ങളായിട്ടാണ് തരംതിരിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് മക്കിയായ സൂറത്തുകൾ, മറ്റൊരു വിഭാഗം മദനിയായ സൂറത്തുകൾ. എന്താണ് മക്കി സൂറത്തും മദനി സൂറത്തും തമ്മിലുള്ള വ്യത്യാസം? ചില ആളുകൾ ധരിച്ചതുപോലെ അല്ല കാര്യം. ചിലരൊക്കെ മനസ്സിലാക്കിയത് മക്കയിൽ അവതരിച്ച സൂറത്തുകളൊക്കെ മക്കി സൂറത്തുകളെന്നും മദീനയിൽ വെച്ച് അവതരിച്ച സൂറത്തുകളൊക്കെ മദനി സൂറത്തുകൾ എന്നുമാണെന്ന് പലരും ധരിച്ചിട്ടുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല അതിന്റെ വ്യത്യാസം ഗ്രഹിക്കേണ്ടത്. എവിടെ വെച്ച് അവതീർണമായി എന്നതല്ല വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹിജ്റക്ക് മുമ്പ് അവതീർണമായ ഏത് അധ്യായങ്ങളും മക്കിയായ സൂറത്തുകൾ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക. ഹിജ്റക്ക് ശേഷം അവതീർണമായ എല്ലാ സൂറത്തുകളും അതൊരു പക്ഷേ അവതരിച്ചത് മക്കയിലായിരിക്കാം, എന്നാലും അതറിയപ്പെടുന്നത് മദനി സൂറത്തുകൾ എന്ന പേരിലാണ്.
നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൂറത്ത് യൂസുഫ് ഹിജറക്ക് മുമ്പ് മക്കയിൽ അഥവാ മക്കിയായ സൂറത്തുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വളരെയേറെ ദുഃഖമുണ്ടായ ഒരു വർഷമാണ് ആമുൽ ഹുസ്ൻ എന്നറിയപ്പെടുന്ന വർഷം. പ്രവാചകന്റെ ഇസ്ലാമിക പ്രബോധന കാലഘട്ടത്തിൽ അവിടുത്തേക്ക് താങ്ങും തണലുമായിരുന്ന രണ്ട് വ്യക്തികളുടെ മരണം ഒരേ വർഷത്തിൽ നടന്നു എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാനസികമായി വല്ലാത്ത ദുഃഖം ഉണ്ടാക്കിയിരുന്നു. ഒന്ന്, തന്റെ പ്രിയപ്പെട്ട പത്നി, നമ്മുടെ എല്ലാം ഉമ്മ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്താണ് ഒന്ന് നടന്നത്. അതേ വർഷം തന്നെയായിരുന്നു മുസ്ലിമായിട്ടില്ലെങ്കിലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പല സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ധൈര്യം പകർന്നിരുന്ന പിതൃവ്യനായ അബൂ ത്വാലിബിന്റെ മരണവും നടന്നത് അതേ വർഷത്തിലായിരുന്നു. അങ്ങനെ പീഡനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വർദ്ധിച്ചു തുടങ്ങി. താങ്ങും തണലുമായിരുന്ന ഉറ്റവരുടെ വേർപാട് പലരെയും സന്തോഷിപ്പിച്ചു. പല ആളുകളും മനസ്സിലാക്കി മുഹമ്മദിനെ ഇതിലൂടെ തളർത്താം. എന്നാൽ അള്ളാഹുവിന്റെ വലിയ സഹായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിന് അല്ലാഹു തആല നൽകുകയാണ്. വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ അധ്യായം അവതരിക്കുകയാണ്. ഈ അധ്യായത്തിന്റെ ആദ്യാന്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ചരിത്രം വായിക്കുന്നതിലൂടെ അവിടുത്തേക്ക് ആശ്വാസം ലഭിക്കുകയാണ്. മാതാപിതാക്കൾ ഉണ്ടായിരുന്നിട്ട് പോലും മഹാനായ ഒരു പ്രവാചകൻ ആ മാതൃപിതൃ പരിലാലന കിട്ടാതെ കിണറ്റിലെറിയപ്പെട്ടുകൊണ്ടും ജയിലിൽ അകപ്പെട്ടുകൊണ്ടും ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചില്ലേ? എന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പരാജയപ്പെട്ടോ? ഇല്ലല്ലോ. അന്തിമ വിജയം മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിനല്ലേ ഉണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആശ്വാസമായിരുന്നു ഈ ചരിത്രം. അതുപോലെ തന്നെ സഹോദരങ്ങൾ ഉണ്ടായിട്ടും സഹോദരങ്ങളിൽ നിന്നുള്ള പല രൂപത്തിലുള്ള പെരുമാറ്റങ്ങളും കാരണത്താൽ യൂസുഫ് അലൈഹിസ്സലാം വിഷമിക്കേണ്ടി വന്നാലും അതെല്ലാം അത്യുന്നതമായ ഒരു വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു ആ വിഷമങ്ങളൊക്കെ എന്ന പാഠം ഈ അധ്യായത്തിലൂടെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വീര്യവും ആവേശവും പകർന്നിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മഹാനായ പ്രവാചകൻ, ആ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ സംഭവം, അദ്ദേഹം അനുഭവിച്ച ഒട്ടേറെ പരീക്ഷണങ്ങൾ, സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് പോലും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ള ആളുകളിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, കൊട്ടാരത്തിൽ വെച്ച് ഉണ്ടായിട്ടുള്ള പരീക്ഷണങ്ങൾ, ജയിലിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പരീക്ഷണങ്ങൾ, സ്ത്രീകളുടെ കുതന്ത്രങ്ങളിൽ പെട്ടുകൊണ്ട് പല രൂപത്തിലുള്ള പീഡനങ്ങൾക്ക് പരീക്ഷണങ്ങൾക്ക് വിധേയരായ മഹാനായ പ്രവാചകൻ. പക്ഷേ അവസാനം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനാണല്ലോ എല്ലാ വിജയവും ഉണ്ടായത്. വൽആഖിബത്തു ലിൽമുത്തഖീൻ, അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്കുണ്ടാകുമെന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്ത ഈ അധ്യായത്തിലൂടെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ലോകത്തിന് മുഴുവനും ലഭിച്ചിരിക്കുകയാണ്. മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി കിടക്കുകയാണ്. പല പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്നാൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഉദാഹരണം, മൂസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ പല സൂറത്തുകളിൽ ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ആവർത്തിച്ച് പല സ്ഥലങ്ങളിലായി പറഞ്ഞിരിക്കുകയാണ്. ഒട്ടേറെ പ്രവാചകന്മാരുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പറയുമ്പോഴൊക്കെ അതൊക്കെ വിശുദ്ധ ഖുർആനിന്റെ നിരവധി അധ്യായങ്ങളിൽ ആവർത്തിച്ച് പലയിടങ്ങളിലുമായി കിടക്കുമ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള ചരിത്രത്തെ അള്ളാഹു വിശേഷിപ്പിച്ചത് അഹ്സനൽ ഖസസ് എന്നാണ്. ഏറ്റവും മുന്തിയ ചരിത്രം, ഏറ്റവും നല്ല ചരിത്രം. അഥവാ ഒരൊറ്റ സ്ഥലത്ത് തന്നെ ഒരധ്യായത്തിൽ മുഴുവനുമായി മറ്റൊരു സ്ഥലത്തും പരാമർശിക്കുക പോലും ചെയ്യാതെ
ഒരൊറ്റ അധ്യായത്തിൽ മാത്രമായി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വളരെ സവിസ്തരം അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രതിപാദിച്ചിരിക്കുകയാണ്. ശുദ്ധ ഖുർആനിൽ 111 ആയത്തുകളിലൂടെയായി ആ ചരിത്രം പരന്നു കിടക്കുകയാണ്. ഈ അധ്യായം മഹാനായ മറ്റുള്ള മഹാന്മാരായ ഒട്ടേറെ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രം പോലെ ഏത് ചരിത്രങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ നമുക്ക് ഏറ്റവും വലിയ ഗുണപാഠമാണ് പ്രിയമുള്ളവരെ ഈ അധ്യായവും മറ്റ് അധ്യായങ്ങളെ പോലെ നൽകുന്നത്. ഇതിന്റെ ഓരോ വശങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഇന്ന് പഠിക്കാനുള്ളതാണെന്ന് നമ്മൾ പറയുമെങ്കിലും പ്രായോഗിക രംഗത്ത് നാം ഇപ്പോഴും വളരെയേറെ അധോഗതിയിൽ തന്നെയാണ്. എന്താണ് പരിശുദ്ധ ഖുർആനിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അതിന്റെ വചനങ്ങളെന്ന് മനസ്സിലാക്കുന്നിടത്തുള്ള വലിയ ഉദാസീനതയും ആലസ്യവും മുസ്ലിം സമുദായത്തെ ഇന്നും പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഈ കേൾക്കുന്ന ഭാഗങ്ങൾ പിന്നീട് നിങ്ങൾ നമ്മുടെ ഈ വിശദീകരണങ്ങൾ അവസാനിക്കുന്നത് വരേക്കും, ഈ ക്ലാസുകൾ കഴിഞ്ഞാലും നിങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ഈ അധ്യായം നോക്കിയിട്ട് വിശദീകരിക്കപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഓർമ്മ പുതുക്കണം എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തിക്കൊണ്ട് ഞാൻ ആ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അതെ ഈ അധ്യായവും തുടങ്ങിയിട്ടുള്ളത് കേവലാക്ഷരങ്ങളിൽപ്പെട്ട ചില അക്ഷരങ്ങൾ കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ശേഷം അലിഫ് ലാം റാ, അലിഫ് ലാം റാ, ഇങ്ങനെ 3 അക്ഷരം അലിഫ് ലാം റാ. പരിശുദ്ധ ഖുർആനിൽ ധാരാളം അധ്യായങ്ങൾ ഇതുപോലെ കേവല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയിട്ടുള്ള അധ്യായങ്ങളുണ്ട്. നമുക്കറിയാം അലിഫ് ലാം മീം, അതുപോലെ അലിഫ് ലാം മീം സ്വാദ്, അതുപോലെ ത്വാസീൻ, അതുപോലെ ത്വാസീം മീം, അതുപോലെ തന്നെ അലിഫ് ലാം മീം റാ. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം ഒറ്റ അക്ഷരങ്ങൾ ഖാഫ്, സ്വാദ്, ഇനി 2 അക്ഷരങ്ങൾ യാസീൻ, ത്വാഹ. ഇങ്ങനെ കേവല അക്ഷരങ്ങൾ കൂട്ടിഘടിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ പല അധ്യായങ്ങളും തുടങ്ങിയതായി നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് സഹോദരങ്ങളെ ഇങ്ങനെ ഈ തുടങ്ങിയതിന്റെ ഉദ്ദേശം എന്താണ്? മഹാന്മാരായ മുഫസ്സിരികൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പല അഭിപ്രായങ്ങളും ഈ കേവലാക്ഷരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അങ്ങനെ പ്രത്യേകമായ അർത്ഥങ്ങളൊന്നുമില്ലാത്ത കേവല അക്ഷരങ്ങൾ കൊണ്ട് ഇങ്ങനെ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? അതിന് അറിയപ്പെട്ടതിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം ഏറ്റവും മെച്ചപ്പെട്ട അഭിപ്രായം, ധാരാളം പണ്ഡിതന്മാർ ആ വീക്ഷണക്കാരാണ്. എന്താണ് അങ്ങനെ ഖുർആൻ ഇങ്ങനെ പ്രത്യേകിച്ചൊരർത്ഥമൊന്നുമില്ലാത്ത പദപ്രയോഗങ്ങൾ? അലിഫ് ലാം മീം, ഇതിലെ 3 അക്ഷരങ്ങൾ അലിഫ് ലാം മീം. അതുപോലെ തന്നെ നമ്മുടെ ഈ അധ്യായം അലിഫ് ലാം റാ, അലിഫ് ലാം റാ, ഇതാണല്ലോ അതിന്റെ 1ാമത്തെ ആയത്ത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? എന്തിനാണ് അല്ലാഹു അതങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അതിൽ പല അഭിപ്രായങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് വളരെയേറെ പണ്ഡിതന്മാർ അതാണ് ശരിയെന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. അതായത് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് അറബികൾക്കാണല്ലോ, അഥവാ അറബികളോടാണല്ലോ ഈ ഗ്രന്ഥം ആദ്യമായി സംസാരിച്ചത്. ആ അറബികളെ വെല്ലുവിളിക്കുന്ന നിലക്ക് ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ അമാനുഷികത അവരെ ബോധ്യപ്പെടുത്താനാണ് അല്ലാഹു ഇങ്ങനെ തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ളത് ചില അധ്യായങ്ങളുടെ മുമ്പിൽ. അതായത് അറബി ഭാഷയിൽ നല്ല അറിവും കഴിവുമുള്ളവരായിരുന്നല്ലോ ഖുർആൻ ഇറങ്ങുന്ന കാലത്തുള്ള അറബികൾ. നിമിഷ നേരം കൊണ്ട് കവിതകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്ന ആളുകൾ, അറബി സാഹിത്യത്തിന്റെ സാമ്രാട്ടുകൾ, കുലപതികൾ എന്ന് അറിയപ്പെടാൻ മാത്രം അറബി ഭാഷയിൽ വലിയ പ്രാവീണ്യം നേടിയ, അവഗാഹം നേടിയ ഭാഷാ പണ്ഡിതന്മാരുടെ ഒരു കാലഘട്ടത്തിലാണ് ഈ വിശുദ്ധമായ ഗ്രന്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറബി സമൂഹത്തിന്റെ മുമ്പാകെ ഓതിക്കൊടുക്കുന്നത്. അതിലൂടെ ഖുർആൻ അവരോട് വെല്ലുവിളിച്ചിട്ടുണ്ട്, ഇതുപോലത്തെ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് കൊണ്ടുവരാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ
അവരെ പോലെ സാഹിത്യം പഠിച്ചയാളല്ല, അറബി ഭാഷയിൽ നിപുണത നേടിയ ആളല്ല, എഴുത്തും വായനയും അറിയാത്ത നേതാവാണ്. അങ്ങനെയുള്ള ആളെയാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടെയുള്ള സർവ്വ സാഹിത്യ നേതാക്കളെയും വെല്ലുവിളിക്കുന്ന നിലക്ക്, അവർക്കൊന്നും കൊണ്ടുവരാൻ കഴിയാത്ത നിലക്ക് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് വെല്ലുവിളിക്കുന്നത്. നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വെല്ലുവിളിച്ചല്ലോ ഖുർആനിക ആയത്തിലൂടെ. ഈ ഗ്രന്ഥം മുഹമ്മദ് കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെന്ന് അറബികൾ പറഞ്ഞു നോക്കി. മുഹമ്മദ് സ്വന്തമായിട്ട് എവിടെ നിന്നൊക്കെ വാരിക്കൂട്ടി എഴുതി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അള്ളാഹു അവരെ വെല്ലുവിളിച്ചു. ഈ ഗ്രന്ഥം മുഹമ്മദ് കൊണ്ടുവന്നതാണെന്നും ഇത് അള്ളാഹുവിങ്കൽ നിന്നല്ല എന്നുമാണ് നിങ്ങളുടെ വാദമെങ്കിൽ, ആ മുഹമ്മദിനേക്കാൾ എന്തുകൊണ്ടും അറബി സാഹിത്യത്തിൽ കഴിവുള്ളവരല്ലേ അറബികളെ നിങ്ങൾ. എങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു അധ്യായം ഒന്ന് കൊണ്ടുവരോ, ഒരായത്തെങ്കിലും കൊണ്ടുവരോ. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായികളെയും കൂടെ കൂട്ടിക്കോ. എന്നിട്ടെങ്കിലും ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരായത്തിനോട് സമാനമായ ഒരായത്ത്, ഒരധ്യായത്തോട് സമാനമായ ഒരധ്യായം ഒന്ന് കൊണ്ടുവരൂ. നിങ്ങൾക്കതിന് സാധ്യമല്ല, കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ടെന്നല്ല, ജിന്നുകളും ഇൻസുകളും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഇതുപോലെ ഒരു ഗ്രന്ഥത്തിലെ ഒരു അധ്യായം കൊണ്ടുവരാൻ ശ്രമിച്ചാലും സാധ്യമല്ല. വളരെ കൃത്യമായി അല്ലാഹു അവന്റെ ഗ്രന്ഥത്തിലൂടെ അതങ്ങ് പറഞ്ഞു. തീർന്നില്ല. ഇനി ഇങ്ങനെ ഒരു ഗ്രന്ഥം, ഈ ഗ്രന്ഥം ഈ കേവലാക്ഷരങ്ങളിലൂടെ തുടങ്ങിയപ്പോൾ അല്ലാഹു അതിലൂടെ മറ്റൊരു കാര്യവും അവരെ അറിയിക്കുകയാണ്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഓതി കേൾപ്പിക്കുന്ന ഈ ഖുർആൻ നിങ്ങൾക്ക് പരിചയമില്ലാത്ത അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയതല്ല, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ഭാഷയിലുമല്ല, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ഭാഷയിൽ ഇറക്കിയ ഗ്രന്ഥമായിട്ട് നിങ്ങളെ പിന്നെ വെല്ലുവിളിക്കുന്നതിൽ അർത്ഥവുമില്ലല്ലോ. നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന, നിങ്ങൾക്ക് വായിക്കാനും എഴുതാനും സാഹിത്യത്വം രചിക്കാനും കഴിവുള്ള അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം തന്നെയാണ് ഇതും. ഇതിലെ അക്ഷരങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള അറബി അക്ഷരമാലയിലെ ഹിജായിയായ അക്ഷരങ്ങൾ കൊണ്ട് രചിക്കപ്പെട്ടത് തന്നെയാണ്. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് തുടക്കത്തിലെ അല്ലാഹ് 10-29 അധ്യായങ്ങളുടെ തുടക്കത്തിൽ തന്നെ അല്ലാഹ് ഇതുപോലെയുള്ള കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയിരിക്കുന്നു. ഈ കേവലാക്ഷരങ്ങൾ പറഞ്ഞ ഉടനെ അല്ലാഹ് എപ്പോഴും പറയുക എന്താണ്? മിക്ക സ്ഥലങ്ങളിൽ പരിശോധിച്ചു നോക്കിയാലും ഇത്തരം കേവലാക്ഷരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അല്ലാഹ് ഖുർആനിന്റെ മഹത്വമാണ് പറയുക, ഖുർആനിന്റെ മാഹാത്മ്യമാണ് തുടർന്നു കൊണ്ട് പറയുക. ഉദാഹരണം നോക്കൂ, സൂറത്തുൽ ബഖറ അലിഫ് ലാം മീം. അതങ്ങ് പറഞ്ഞ ഉടനെ എന്താ പിന്നെ പറയുന്നത്? ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആ ഗ്രന്ഥം ഒരു സംശയത്തിനും അതിൽ അവകാശമില്ല. അങ്ങനെ കേവലാക്ഷരങ്ങൾ പറഞ്ഞ ഉടനെ അല്ലാഹു തആല ഉടനെ പിന്നെ എന്തു പറയും? ആ ഗ്രന്ഥത്തിൽ പിന്നെ തർക്കത്തിന് അവകാശമില്ല എന്നിങ്ങനെ വളരെയേറെ കൃത്യമായിട്ട് അത് പറയും. സൂറത്ത് ആലി ഇമ്രാൻ നോക്കൂ, അലിഫ് ലാം മീം എന്ന് പറഞ്ഞ ഉടനെ അവിടെയും പറയുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്. ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല. പഠിക്കുന്ന ചിന്തിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് ചില സൂചനകൾ പറയുകയാണ്. സൂറത്തുൽ അഅറാഫ് തുടങ്ങിയിട്ടുള്ളത് അലിഫ് ലാം മീം സ്വാദ്. അത് പറഞ്ഞ ഉടനെ അല്ലാഹു പറയുന്നു കിതാബുൻ ഉൻസില ഇലൈക. കേട്ടോ, കേവലാക്ഷരങ്ങൾ പറയുന്നിടത്ത് മിക്ക സ്ഥലത്തും ഉടനെ പിന്നെ ഖുർആനിന്റെ ആ അമാനുഷികതയും അതിന്റെ മഹത്വവും അതിന്റെ പവറും അതിന്റെ സുദൃഢതയും അതിന്റെ അനിവാര്യതയും ഒക്കെയാണ് അല്ലാഹു പറയുക. സൂറത്ത് യൂനുസ് അലിഫ് ലാം റാ, അവിടെയും ഖുർആനിനെ പറ്റിയാ പറയുന്നത്. സൂറത്ത് ഹൂദ് അലിഫ് ലാം റാ, അവിടെയും കിതാബുൻ ഉഹ്കിമത് ആയാതുഹു, ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകതയാ പറയുന്നത്. ഈ
അധ്യായം സൂറത്ത് യൂസുഫ് പറയേണ്ടതില്ലല്ലോ. അലിഫ് ലാം റാ എന്ന് കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് എന്താ? തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. സൂറത്തുർ റഅദ് അലിഫ് ലാം മീം റാ തിൽക ആയാതുൽ കിതാബിൽ മുബീൻ എന്നാണ് അവിടെയും ഖുർആനിനെ പറ്റിയാ പറയുന്നത്. സൂറത്ത് ഇബ്രാഹിം അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. ആളുകളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പുറത്തു കൊണ്ടുവരാനുള്ള ഗ്രന്ഥമാണിത് എന്നവിടെയും പറയുന്നു. സൂറത്ത് ഹിജ്ർ ഇതേപോലെ അലിഫ് ലാം റാ കൊണ്ട് തുടങ്ങിയതാണ്. അവിടെയും തിൽക ആയാതുൽ കിതാബി വ ഖുർആനിൻ മുബീൻ എന്ന് ഖുർആനിന്റെ മഹാത്മ്യമാണ് പറയുന്നത്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഖുർആനിന്റെ അവതരണത്തെ കുറിച്ചാണ് പറയുന്നത്. ശുഅറായിലെ ത്വാസീൻ എന്ന് തുടങ്ങിയിട്ട് തിൽക ആയാതുൽ കിതാബിൽ മുബീൻ എന്ന് ഖുർആനിക മഹാത്മ്യമാണ് പറയുന്നത്. സൂറത്തുൻ നംല് ത്വാസീൻ എന്ന് തുടങ്ങിയിട്ട് തിൽക ആയാതുൽ ഖുർആനി വ കിതാബിൻ മുബീൻ എന്ന് ഖുർആനിക മേന്മയാണ് പറയുന്നത്. സൂറത്ത് ഖസസ് ത്വാസീം മീം തിൽക ആയാതുൽ കിതാബിൽ മുബീൻ ഖുർആനിക മേന്മയാണ് എടുത്തു പറയുന്നത്. സൂറത്തുൽ ലുഖ്മാൻ അലിഫ് ലാം മീം തിൽക ആയാതുൽ കിതാബിൽ ഹകീം ഖുർആനിക മഹത്വമാണ് പറയുന്നത്. സൂറത്തു സജദ അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ ഖുർആനിക മേന്മയാണ് പറയുന്നത്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഖുർആനിക മഹത്വമാണ് പറയുന്നത്. ഇനി സ്വാദ് അതുപോലെ തന്നെ ഫുസ്സിലത്ത് സൂറത്തു സുഹ്റുഫ് സൂറത്തു ദുഖാൻ സൂറത്തുൽ ജാസിയ സൂറത്തുൽ അഹ്ഖാഫ് സൂറത്തു ഖാഫ് ഇവയൊക്കെ പരിശോധിച്ചു നോക്കിയാൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയ അധ്യായങ്ങളൊക്കെ അതിന്റെ ശേഷം ഉടനെ തന്നെ ആയത്ത് കഴിഞ്ഞാ പറയുന്നത് ഖുർആനിന്റെ മേന്മയാണ്. ഇതിലൂടെ ഇത് വെച്ചുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ ഇതുപോലെയുള്ള പ്രത്യേകമായ കേവലാക്ഷരങ്ങൾ കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ അനുയായികളുടെ മുമ്പിൽ ലോകത്തുള്ള എല്ലാ ആളുകളുടെ മുമ്പിലും ഒരു കാര്യം ഇസ്ലാം പറഞ്ഞു. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് എവിടുന്നെങ്കിലും ആർക്കും പരിചയമില്ലാത്ത ചില അക്ഷരങ്ങൾ കൊണ്ടുള്ള ഭാഷയിൽ ഇറങ്ങിയതല്ല. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള അലിഫ് മുതൽ യാ വരെയുള്ള ഏതെങ്കിലും അക്ഷരങ്ങൾ കൊണ്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. എങ്കിൽ പിന്നെ നിങ്ങൾക്കും ഒന്ന് നോക്കിക്കൂടെ? നിങ്ങൾക്കൊക്കെ ഇത് അറിയാമല്ലോ. അലിഫ് മുതൽ യാ വരെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. നിങ്ങൾക്കും എഴുതാൻ അറിയില്ലേ? നിങ്ങൾക്കും രചിക്കാൻ അറിയില്ലേ? എന്തേ ഇതുപോലെ ഒന്ന് കൊണ്ടുവരാത്തത്? അതെ, ഖുർആനിന്റെ അമാനുഷികത. ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ്, മാനുഷിക കൃതിയല്ല, മാനുഷിക രചനയല്ല എന്ന് ലോകത്തിന്റെ മുഴുവൻ അന്നും ഇന്നും എന്നും ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങളിൽ അത്ഭുതകരമായ ഗ്രന്ഥമാണിത് എന്നറിയിക്കാനാണ് ഈ രൂപത്തിൽ കേവലാക്ഷരങ്ങൾ കൊണ്ട് ചില അധ്യായങ്ങൾ തുടങ്ങിയിട്ടുള്ളത് എന്നതാണ് മഹാന്മാരായ ഒട്ടേറെ ഖുർആൻ വ്യാഖ്യാതാക്കൾ വളരെ പ്രബലമായ അഭിപ്രായമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശരി, അത് പറഞ്ഞതിന്റെ ശേഷം ഇനി അല്ലാഹു തുടങ്ങുന്നത് എന്താണ്? തിൽക ആയാതുൽ കിതാബിൽ മുബീൻ വളരെ സുവ്യക്തമായ ഗ്രന്ഥത്തിലെ ആയത്തുകളാണ് ഇനി പറയാൻ പോകുന്നത്. സൂറത്ത് യൂസുഫിലെ പറയാൻ പോകുന്ന എല്ലാ ആയത്തുകളും ശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മുഴുവനും വളരെ വ്യക്തമായ ഒരു ഗ്രന്ഥത്തിലെ ആയത്തുകളാണ്. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യാ ലഅല്ലകും തഖിലൂൻ നിശ്ചയമായും ആ ഖുർആനിനെ നാം അറബി ഭാഷയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി. പരിശുദ്ധ ഖുർആൻ വളരെ ലളിതമായി ചിന്തിക്കുവാനും ഗ്രഹിക്കുവാനും പഠിക്കുവാനും ആലോചിക്കുവാനും എളുപ്പമുള്ള രീതിയിലാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ഇതിൽ ആയത്തുകൾ കേട്ട് അതിന്റെ അർത്ഥം ഗ്രഹിച്ച് ആശയം മനസ്സിലാക്കി എന്താണ് എന്റെ റബ്ബ് അതിലൂടെ എന്നോട് പറയുന്നതെന്ന് ചിന്തക്ക് വിഷയീഭവിപ്പിച്ചുകൊണ്ട് അതേ ചിന്തിക്കേണ്ട കാര്യങ്ങളിൽ കൃത്യമായി ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വചനത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന നിലക്ക് ലളിതമായ ഏറ്റവും അശറഫായ അത്യുന്നതമായ ഒരു ഭാഷയിൽ അത്യുന്നതനായ
മലക്കിന്റെ കയ്യിലൂടെ അത്യുന്നതനായ പ്രവാചകനിലേക്ക് ലോകരാജ്യങ്ങളിൽ അത്യുന്നതമായ മക്ക എന്ന് പറയുന്ന രാജ്യത്ത് തുടക്കം കുറിച്ചുകൊണ്ട് മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പവിത്രമായ റമദാനിൽ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടുകൊണ്ട് പരിപൂർണതയുടെ എല്ലാ തലങ്ങളും ഒത്തിണങ്ങിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, ഒട്ടേറെ അത്ഭുതകരങ്ങളായ ഒരുപാട് വിഷയങ്ങളാണല്ലോ വിശുദ്ധ ഖുർആൻ മുഴുവൻ നിറഞ്ഞു കിടക്കുന്നത്. അത് മനുഷ്യർക്ക് ചിന്തിക്കുവാൻ വേണ്ടിയാണ്. ലഅല്ലക്കും തഅഖിലൂൻ. ഇത് പറഞ്ഞിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താണ്? നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ് ബിമാ ഊഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. അതേ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, നഹ്നു നഖുസ്സു അലൈക, നബിയെ താങ്കൾക്ക് നാം ഇതാ കഥ പറഞ്ഞു തരുന്നു. വളരെ മനോഹരമായി, വളരെ വിശാലമായി, അർത്ഥവത്തായ ഒരു കഥ ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരികയാണ്, ഖിസ്സ പറഞ്ഞു തരികയാണ്. എങ്ങനത്തെ ഖിസ്സയാണിത്? അഹ്സനൽ ഖസസ് എന്നാണ് സൂറത്ത് യൂസുഫിനെ അറിയപ്പെടുന്നത്. യൂസുഫ് സൂറത്ത് അറിയപ്പെടുന്നത് അഹ്സനുൽ ഖസസ്, ഖിസ്സകളിൽ ഏറ്റവും മുന്തിയത് എന്ന് പറഞ്ഞാൽ തൗഹീദ് മുതൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശാൻ ഈ ഒരു അധ്യായം മതി. ഈ ഒരു അധ്യായത്തിൽ നിന്ന് ലോക മുസ്ലിമീങ്ങൾക്ക് എല്ലാ മേഖലകളിലേക്കും ഒട്ടേറെ ഗുണപാഠങ്ങളിലേക്ക് ഈ അധ്യായം ടോർച്ചടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? ഖിസ്സ പറഞ്ഞു തരികയാണ്. എന്തിനാണ് സഹോദരന്മാരെ? പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ അല്ലാഹു തആല ഖിസ്സകൾ പറഞ്ഞതായി കാണാൻ സാധിക്കുന്നു. ഖിസ്സകൾ പറഞ്ഞതായിട്ട് കാണാം പരിശുദ്ധ ഖുർആനിൽ. പല രൂപത്തിലുള്ള കഥകൾ സൂറത്തുൽ നംലിൽ, സൂറത്തുൽ അൻകബൂത്ത്, അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം, ഫിറഔനിന്റേത്, ഹാമാനിന്റേത്, ഖാറൂനിന്റേത്, ഒട്ടേറെ ആളുകളുടെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. സൂറത്തുൽ കഹ്ഫ് ഒട്ടേറെ ചരിത്രങ്ങൾ നിറഞ്ഞു കിടക്കുന്ന സൂറത്താണ്. ഇനി ഹദീസുകളിൽ പരിശോധിച്ചു നോക്കിയാലോ ധാരാളം ഖിസ്സകൾ ഇസ്ലാം പറയുന്നുണ്ട്. 3 നിലക്കുള്ള ഖിസ്സകൾ നമുക്ക് ഖുർആനിൽ കാണാം. ഖുർആനിലെ കഥകൾ നമ്മൾ വെറുതെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെയുള്ള വെറുതെയുള്ള കഥകളല്ല. പരിശുദ്ധ ഖുർആനിലെ കഥകൾ പരിശോധിച്ചാൽ 3 നിലക്കാണ്, 3 നിലക്കുള്ള കഥകൾ. ഒരു വിഭാഗം അമ്പിയാക്കളെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും, അതേ മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് നടന്നിട്ടുള്ള ചരിത്രങ്ങളാണ്. അവർക്ക് സത്യവിശ്വാസികളോടൊപ്പം ഉണ്ടായിരുന്ന അവരുടെ ചരിത്രവും സത്യനിഷേധികളുടെ കൂടെ അവർക്കുണ്ടായ അനുഭവങ്ങളും ഖുർആൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു വകുപ്പ്. രണ്ടാമത്തെ വകുപ്പ് പ്രവാചകന്മാരല്ലാത്ത ഒറ്റപ്പെട്ട ചില വ്യക്തികളെ കുറിച്ച്, ചില സമൂഹങ്ങളെ കുറിച്ചൊക്കെ വന്നിട്ടുള്ള കഥകളാണ്. ഉദാഹരണമായി മറിയം ബീവിയുടെ ചരിത്രം, ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, അതുപോലെ തന്നെ ദുൽഖർനൈൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ ചരിത്രം, ഖാറൂൻ എന്ന് പറയുന്ന ഒരു മുതലാളിയെ കുറിച്ചുള്ള കഥ, അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ഈ ഭാഗക്കാരെ കുറിച്ചുള്ള കഥകൾ, അസ്ഹാബുൽ ഫീൽ ആനക്കാരെ കുറിച്ചുള്ള സംഭവങ്ങൾ, വഅസ്ഹാബുൽ ഉഖ്ദൂദ് കിടങ്ങ് കീറി കുഴിച്ചതിൽ ഒന്നാകെ തീയിട്ട് കത്തിച്ച് അതിലേക്ക് ഒരുപാട് മുഅ്മിനീങ്ങളെ ജീവനോടുകൂടി ഒരു രാജാവ് ചുട്ടുകൊന്ന് മുഅ്മിനീങ്ങളെ പീഡിപ്പിച്ച ചരിത്രം പറയുന്നുണ്ട്. ഉസ്സമായി ദാത്തിൽ ബുറൂജ് എന്ന് പറയുന്ന സൂറത്തുൽ ബുറൂജിലൂടെ. അതാണ് അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങുകാരുടെ ചരിത്രം. ഇങ്ങനെ പ്രവാചകന്മാരല്ലാത്ത വ്യക്തികളുടെ സമൂഹങ്ങളുടെ ചരിത്രം ഖുർആൻ പറയാറുണ്ട്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വ്യക്തികളെ കുറിച്ചല്ല, ചില സംഭവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ തന്നെ നടന്നിട്ടുള്ള സംഭവങ്ങൾ. ബദർ യുദ്ധം പോലെ, ഉഹദ് പോലെ, അഹ്സാബ് യുദ്ധം പോലെ, ബനൂ ഖുറൈളയെ കുറിച്ചും ബനൂ നദീറിനെ കുറിച്ചും, അതുപോലെ തന്നെയുള്ള ആളുകളെ കുറിച്ചും, അതുപോലെ തന്നെയുള്ള ഗോത്രങ്ങളെ കുറിച്ചും, അവരിലൂടെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചുമൊക്കെ ഖുർആൻ സൂചനകൾ നൽകുന്നുണ്ട്. എന്തിനാ ഖുർആൻ ഈ കഥകൾ പറയുന്നത്? ആമുഖമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്തിനാ പരിശുദ്ധ ഖുർആനിൽ, എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ലോകത്തുള്ള വിശ്വാസികൾക്കും വായിച്ചു കൊണ്ടിരിക്കുവാനുള്ള ഗ്രന്ഥത്തിൽ അല്ലാഹ് എന്തിനാ ഈ കഴിഞ്ഞുപോയ കാലത്തുള്ള ഹിസ്റ്ററികൾ, ചരിത്രങ്ങൾ പറയുന്നത്? എന്തിനാ? കേവലം ഒരു ചരിത്രം അറിയാൻ വേണ്ടിയല്ല,
ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖൽബിന് നല്ല സ്ഥൈര്യം കൊടുക്കുക. അള്ളാന്റെ റസൂലിന്റെ ഹൃദയത്തിന് നല്ല ധൈര്യം കൊടുക്കുക. പരിശുദ്ധ ഖുർആൻ പറയുന്നു, കുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. അതേ, പ്രവാചകന്മാരുടെ വാർത്തകളിൽ നിന്ന് നബിയെ താങ്കൾക്ക് നാം കഥ പറഞ്ഞു തരുന്നു. മാ നുസബ്ബിതു ബിഹി ഫുആദക, അത് മുഖേന താങ്കളുടെ ഹൃദയത്തിന് നാം സ്ഥൈര്യം നൽകുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിന് നല്ല ധൈര്യം കിട്ടും. അതെന്താ? പ്രവാചകൻ ഒരുപാട് പീഡനങ്ങൾ ഏൽക്കാണ്, ഒരുപാട് പ്രയാസങ്ങൾ ഏൽക്കാണ്. ആ സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആശ്വാസം എന്താ? ഇത് എന്റെ മാത്രം പ്രശ്നമല്ല, മുമ്പുള്ള പ്രവാചകന്മാർക്കും ഇങ്ങനെ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർക്കും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, അവർക്കും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നേക്കാൾ പീഡിപ്പിക്കപ്പെട്ട മഹാന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ അവസാനം വിജയം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സഹിക്കണം, ക്ഷമിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആശ്വസിപ്പിക്കുന്ന ആയത്തുകൾ നമുക്ക് കാണാം. ഇൻ യുകദ്ദിബൂക ഫഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാതി വബിസ്സുബ്രി വബിൽ കിതാബിൽ മുനീർ ثم أخذت الذين كفروا فكيف كان نكير. നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു പറയാണ്, ആളുകളൊക്കെ നിന്നെ കളവാക്കുന്നുണ്ടെങ്കിൽ നബിയെ വിഷമിക്കരുത്, നിങ്ങളുടെ മുമ്പുള്ള പ്രവാചകന്മാരെയും ആളുകൾ കളവാക്കിയിട്ടുണ്ട്. ജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാതി വബിസ്സുബ്രി വബിൽ കിതാബിൽ മുനീർ. അങ്ങേക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളിലും അങ്ങേപോലെയുള്ള ദൂതന്മാര് വരികയും കിതാബ് അവർക്ക് കേൾപ്പിക്കുകയും വ്യക്തമായ പ്രമാണങ്ങൾ അവരെ കേൾപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ ജനങ്ങൾ ആ പ്രവാചകന്മാരെ അംഗീകരിച്ചിട്ടില്ല, കളവാക്കിയിട്ടുണ്ട്. അങ്ങനെ കളവാക്കിയപ്പോൾ ആ കളവാക്കിയ ജനങ്ങളെ നാം പിടിച്ച് ശിക്ഷിച്ചിട്ടുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആശ്വാസം പകരുന്ന നിലക്ക്. അപ്പൊ ഈ ആയത്തുകളൊക്കെ വായിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ ആശ്വാസമുണ്ടാകും. ഇതെന്റെ മാത്രം ഒരു പുതിയ സംഗതിയല്ല, മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും പീഡിപ്പിക്കപ്പെടുകയും കളവാക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ബഹിഷ്കരിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആശ്വാസം. അതെ, അവിടുത്തേക്ക് മനസ്സിന് ധൈര്യം കൊടുക്കാൻ, അതുപോലെ മുഅ്മിനീങ്ങൾക്ക് ധൈര്യം കൊടുക്കാൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ മുൻഗാമികളും പ്രയാസപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും സഹിക്കണം, ക്ഷമിക്കണം, എങ്കിലേ നിങ്ങൾക്ക് അവര് പോയ സ്വർഗത്തിലേക്ക് പോകാനാവുകയുള്ളൂ എന്ന ഏറ്റവും വലിയ സന്ദേശം ഖുർആനിക കഥകളിലൂടെ നമുക്ക് കിട്ടുകയാണ്. അതുപോലെ കാഫിറുകൾക്ക് മുന്നറിയിപ്പ് നൽകുവാനുമാണ് അല്ലാഹു ചരിത്രം പറയുന്നത്. എന്തിനാ? ഈ രൂപത്തിലുള്ള ധിക്കാരമൊക്കെ പ്രവർത്തിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ കഠോരമായ ശിക്ഷയുണ്ടാകും എന്ന് കാഫിറുകളോട് ശക്തമായ മുന്നറിയിപ്പ് നൽകാനും അല്ല എന്തുപയോഗിക്കുന്നു? കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ സമുദായങ്ങളുടെ ചരിത്രം പറയും. ഖുർആൻ പറയുന്നുണ്ട്, കാഫിറുകളോട് പറയുന്നുണ്ട്, കാഫിറുകളെ സംബന്ധിച്ച് ചിന്തിക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. അഫലം യസീറു ഫിൽ അർദ് ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം. അവര് ഭൂമിയിലൂടെ വന്ന് സഞ്ചരിക്കട്ടെ, മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളൊക്കെ ജീവിച്ച നാടുകളിലൂടെ അവരൊന്ന് സഞ്ചരിച്ചിട്ട് അവരുടെയൊക്കെ അവസ്ഥ എന്തായി എന്ന് അവരൊന്ന് നോക്കട്ടെ. ദമ്മറല്ലാഹു അലൈഹിം, ആ നാട്ടുകാരെ അല്ലാഹു തകർത്തെറിഞ്ഞിട്ടില്ലേ? അതെന്തിനാ നമ്മളോട് പറയുന്നത്? ആരും പടച്ചോന് വലിപ്പേറൂല എന്ന് പഠിപ്പിക്കാൻ. നിങ്ങളെക്കാണ് വലിയ മുതലാളിമാരെ നമ്മൾ തകർത്തിയിട്ടുണ്ട് എന്നുള്ള എന്തിനാ നമ്മളോട് പറയുന്നത്? ഖാറൂൻ മുതലാളിയുടെ ചരിത്രം അത് പണ്ടേ കഴിഞ്ഞു പോയി, എന്തിനാ നമ്മളിപ്പോഴും ഓടുന്നത്? വലിയ പണക്കാരെ അഹങ്കരിക്കണ്ട, എന്നെക്കാണ് വലിയ മുതലാളി, അവന്റെ അവിടേക്കൊന്നും നമ്മളേതായാലും എത്തൂല. വലിയ മുതലാളി, അത്രയും വലിയ മുതലാളി, കോൽക്കൂട്ടം വഹിച്ചു കൊണ്ടുപോകാൻ വരെ ഒട്ടകക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്ന മുതലാളി, അയാൾ വലിപ്പേറിയിട്ടില്ലല്ലോ, ഉള്ള ഭൂമിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളഞ്ഞില്ലേ? വലിയ അധികാരമുണ്ടായിരുന്ന സ്വേച്ഛാധിപതിയായിരുന്ന ഫറോവ തകർത്ത് കളഞ്ഞില്ലേ റബ്ബ്? ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനത സ്വർഗ്ഗരതി മുറുകിയപ്പോ ആ നാട്ടുകാരെ കീഴ്മേൽ മറിച്ചു കളഞ്ഞില്ലേ? അതൊക്കെ മുസ്ലിമീങ്ങൾക്ക്, വിശ്വാസികൾക്ക് ഓരോ നാടും നശിപ്പിക്കപ്പെട്ട ചരിത്രവും കഥകളും ചരിത്രങ്ങളുമൊക്കെ അവനവന്റെ ജീവിതത്തിലേക്കുള്ള വലിയ ഗുണപാഠങ്ങളാണ്. അതിനു വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നത്? ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിൽ നമ്മൾ മനസ്സിലാക്കണം. അതെന്താ? പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ മുമ്പ് കഴിഞ്ഞുപോയ നബിമാരുടെ ചരിത്രം പറയുമ്പോ അള്ളാന്റെ റസൂലിന്റെ മഹത്വം വർദ്ധിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അള്ളാന്റെ റസൂല് തന്നെയാണ് എന്ന് ഉറപ്പിക്കുക.
ഈ ഗ്രന്ഥം അള്ളാഹ് ഇറക്കിയതാണ് എന്ന് തന്നെ ഉറപ്പിക്കുക. അതെങ്ങനെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ എങ്ങനെ ഈ ആദം നബിയുടെ കഥ പറയുന്നു? നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കഥ പറഞ്ഞത്, ഹൂദ് നബിയുടെ കഥ പറഞ്ഞത്, യൂസുഫ് നബിയുടെ കഥ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിട്ടല്ലല്ലോ. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. താങ്കൾ ഇത് ഖുർആനികമായ വിവരണങ്ങൾ കിട്ടുന്നതിന്റെ മുമ്പ് താങ്കൾ അതിനെ സംബന്ധിച്ച് ഒന്നും അറിയാത്ത ആളായിരുന്നു. ശുദ്ധ ഖുർആനിലെ ഓരോ ചരിത്രങ്ങളും കിട്ടിയപ്പോഴാണ് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ കുറിച്ചുള്ള ചരിത്രം ആർക്ക് മനസ്സിലായത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് മനസ്സിലായത്. അള്ളാഹുവിന്റെ റസൂലിനെ ഇത് എവിടുന്നാ കിട്ടിയത്? ആദം നബിയുടെ കാലത്ത് ജീവിച്ചിട്ടില്ല, നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ജീവിച്ചിട്ടില്ല, യൂസുഫ് നബിയെ കണ്ടിട്ടില്ല, അവിടുത്തെ ജീവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് പറയുന്നു? അപ്പോൾ അതിലൂടെ എന്തുറപ്പായി? ഈ ഖുർആൻ മുഹമ്മദ് നബി കൊണ്ടുവന്നതല്ല, അള്ളാഹ് ഇറക്കിയതാണ്, അള്ളാന്റെ കലാമാണ്. അള്ളാന്റെ കലാമായ പരിശുദ്ധ ഖുർആനിന് ഏറ്റവും മഹത്വം വർദ്ധിച്ചു. അത് ഈ ലോകത്തിന് ഓതിക്കേൽപ്പിച്ച മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ തന്നെയാണ് എന്ന് ഏത് ശത്രുവിനെയും വെല്ലുവിളിക്കാവുന്ന നിലക്ക് മുഅ്ജിസത്താകുന്ന ചരിത്ര പാരായണവും കഥാകഥനങ്ങളുമാണ് വിശുദ്ധ ഖുർആനിലൂടെ ഇതിൽ പറയുന്നത്. ഖുർആൻ പറഞ്ഞല്ലോ, തിൽക മിൻ അംബാഇൽ ഗൈബ്. പ്രവാചകന്മാരുടെയൊക്കെ കഥകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പറഞ്ഞു കൊടുത്തിട്ട് ഖുർആൻ പറയുന്നുണ്ട്, തിൽക, ഇതൊക്കെ മിൻ അൻബാഇൽ ഗൈബി, ഇതൊക്കെ മറഞ്ഞ കാര്യങ്ങളാ, നീ ഇല്ലാത്ത കാലത്ത് നടന്ന സംഭവങ്ങളാ. പിന്നെ എങ്ങനെ നിനക്കിതൊക്കെ കിട്ടിയത്? നൂഹിഹാ ഇലൈക, താങ്കൾക്ക് നാം വഹയായിട്ട് തന്നതാണ്. മാ കുൻത തഅലമുഹാ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ, ഇതിന്റെ മുമ്പ് നീയോ നിന്റെ ജനങ്ങളോ ഇതൊന്നും അറിയുന്നവരായിരുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇങ്ങനെ വേറെ ഏതൊക്കെയോ സ്ഥലത്തുനിന്ന് കേട്ട് പഠിച്ചതാണെന്ന് മുശ്രിക്കുകൾ ആരോപിച്ചിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞു, അവര് പറയട്ടെ, ഈ ചരിത്രമൊക്കെ എവിടുന്നാ കിട്ടിയത്? നീയോ നിന്റെ ജനങ്ങളോ ഇതിനു മുമ്പ് അറിയാത്ത കഥയായി പറയുന്നത് മുഴുവനും. ലാ യഅലമുഹും ഇല്ലല്ലാഹ്, അല്ലാഹുക്കല്ലാതെ അവരെ കുറിച്ച് അറിയില്ല. അങ്ങനത്തെ നീ എങ്ങനെ പറയുന്നു? നിനക്ക് വഹി കിട്ടുന്നു. അപ്പൊ സഹോദരങ്ങളെ, ഈ വിശുദ്ധമായ ചരിത്രങ്ങളൊക്കെ ജനങ്ങൾക്ക് പകർന്നു കിട്ടുന്നതിലൂടെ ലക്ഷ്യമാക്കപ്പെടുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥമാണിത്. അവന് മാത്രം പറയാൻ കഴിയാവുന്ന കലാമാണിത്. അത് ഏറ്റുപറയുന്ന മുഹമ്മദ് സാധാരണക്കാരനല്ല, സാധാരണ മനുഷ്യനാണെങ്കിലും വഹി കിട്ടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അപ്പൊ ഖുർആനിനും മേന്മയായി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനും മേന്മയായി. ആ രൂപത്തിലൊക്കെയുള്ള ഉദ്ദേശങ്ങൾ മുൻഗാമികളായ പലരുടെയും ചരിത്രങ്ങൾ പറയുന്നതിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ മാനവ സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അന്ധവിശ്വാസികൾ ഇവിടെ പല കാര്യങ്ങളും പ്രചരിപ്പിക്കാറുണ്ട്. അത് ഖുർആനിനെതിരാണ്. ഖുർആൻ എന്താ പറയുന്നത്? വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. അതുപോലെ തന്നെ മുമ്പ് കേട്ട ആയത്തിലും നിങ്ങൾ കേട്ടു, ഇതൊക്കെയും നീ അറിഞ്ഞത് ഇപ്പൊ വഹി കിട്ടിയപ്പോഴാണ്, നീയോ നിന്റെ ജനങ്ങളോ ഇതിനൊന്നും സാക്ഷികളായിരുന്നില്ല എന്നല്ല പറയുന്നു. അതേ അവസരത്തിൽ ഇസ്ലാമികമായി വളരെ പിഴച്ച ചില കക്ഷികളുണ്ട്. അവർ ഇന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? കേട്ടോളൂ. ലാ യഖ്ലു മകാനുൻ വലാ സമാനുൻ ഇല്ലാ വർ-റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗജൂദുൻ ഫീഹി. ഇന്നാ ലില്ലാഹ്. അപകടകരമായ വാദം. ലോകത്ത് ഏത് നാടാവട്ടെ, ഏത് കാലഘട്ടമാവട്ടെ, ഒരൊറ്റ സ്ഥലവും ഒഴിവില്ല, അവിടെയൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെയും മുമ്പ് നബിയുണ്ട്. ആദം നബിയുടെ കാലത്തെ കുറിച്ച് അറിയാം. എല്ലാ നബിമാരുടെ കാലത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രവാചകന്മാരെയും അവരുടെ സമൂഹങ്ങളെയും ഒക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയ നബി തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇനിയും കേട്ടോ, അവരുടെ കിതാബുകളിൽ കാണാം, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഹാദിറ റിസാലത കുല്ലി റസൂലിൻ. എല്ലാ പ്രവാചകന്മാരുടെ അടുത്തും അവിടുന്ന് ഹാദിറായിരുന്നു. ആദം നബി അലൈഹിസ്സലാമിന്റെ മുതൽ ഇലാ അൻ ളഹറ ബിജിസ്മിഹി ശരീഫ്, അവിടുത്തെ ശറഫാക്കപ്പെട്ട തിരുശരീരം കൊണ്ട് അവസാന കാലത്ത് പ്രകടമാകുന്നത് വരെ എല്ലാരെ കൂടി എല്ലാ വിവരവും മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടായിരുന്നു എന്നാണ്.
ഖുർആൻ പറയുന്നതോ സൂറത്ത് യൂസുഫിൽ തന്നെയും അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാം. ഈ അധ്യായം പറഞ്ഞിട്ട് പോലും അല്ലാഹ് പറയുന്നത് ദാലിക മിൻ അംബാഇൽ ഗൈബ്, ഇതൊക്കെ മറഞ്ഞ വാർത്തകളാ, ഇതൊക്കെ അദൃശ്യ വാർത്തകളാ നിങ്ങൾ ഈ പറയുന്നത് മുഴുവനും. നൂഹിഹി ഇലൈക, ഇതൊക്കെ താങ്കൾക്ക് നാം വഹയായിട്ട് തന്നതാ. വമാ കുൻത ലദൈഹിം, താങ്കൾ അവരുടെ അടുക്കലൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാഹ് പറയുന്നു നബിയോട്, നബിയെ നിങ്ങൾ മുൻപ് കഴിഞ്ഞു പോയ ഒരു സമുദായങ്ങളുടെ അടുത്തും നിങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒരു നബിമാരുടെ അടുത്തും നിങ്ങൾ ഉണ്ടായിട്ടല്ല നിങ്ങൾ ഇതൊന്നും പറയുന്നത്, മറിച്ച് അല്ലാഹുവെന്ന ഞാൻ നിങ്ങൾക്ക് വഹി നൽകുകയാണ്. അതേ അവസരത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഈ പിഴച്ചുപോയ കക്ഷികൾ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാലത്തും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. പണ്ട് തുടങ്ങിയതാണ് അത് നബി മുതൽ ഇന്ന് വരെ എല്ലായിടത്തും ഖിയാമത്ത് നാളോളം എല്ലാ സമയത്തും എല്ലായിടത്തും അല്ലാഹുവിന്റെ റസൂൽ എല്ലാം കണ്ണും കേട്ടും കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ സംബന്ധിച്ച് പോലും എന്താ പറയുന്നത്? ഞാൻ ആദം നബിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ആരാ ചൊല്ലുന്നത്? ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അദ്ദേഹം പറയും, അള്ളാന്റെ റസൂലും വഫാത്തായിട്ട് 1400-ലേറെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ജനിച്ച് മരിച്ചുപോയ ശൈഖ് ജീലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പേരിലതാ അനുയായികൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അദ്ദേഹം അവകാശപ്പെട്ടു പോലും ആദം നബിയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു, നൂഹ് നബിയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു, ആ കപ്പൽ ഞാനാ കൊണ്ടു നടത്തിയത്, എല്ലാവരുടെ കൂടെയും ഞാൻ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു. ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ ദുആ ചെയ്തിട്ടാണ് ആ തീ തണുപ്പായി മാറിയത്. അതുപോലെ ഈ അധ്യായവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വരി ഞാൻ കേൾപ്പിക്കാം. അനകുന്തു മാ യഅഖൂബ ഫീ ഗശ്ബി ഐനിഹി വമാ ബരിഅത് ഐനാഹു ഇല്ലാ ബിതഫ്ലതി. ശൈഖ് ജീലാനി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അനുയായികൾ എഴുതി വിട്ടിരിക്കുകയാണ്. എന്താ ശൈഖ് ജീലാനി പറയുന്നത്? അനകുന്തു, ഞാൻ ഉണ്ടായിരുന്നു, മഅ യഅഖൂബ, ഞാൻ യഅഖൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉണ്ടായിരുന്നു. യൂസുഫ് നബിയുടെ വാപ്പ യഅഖൂബ് അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. എപ്പോ? ഫീ ഗശ്ബി ഐനിഹി, അദ്ദേഹത്തിന്റെ കണ്ണിന് അന്ധത ബാധിച്ചപ്പോൾ. അതായത് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ നമ്മുടെ ചരിത്രത്തിൽ വരുന്നുണ്ട്. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കാണാതെ കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച പോയിരുന്നു മഹാനായ യഅഖൂബ് അലൈഹി ഇസ്ലാമിന്റെ. അങ്ങനെ അവസാനം ആ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് എങ്ങനെയാ ശൈഖ് ജീലാനി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അനുയായികൾ പ്രചരിപ്പിക്കുന്നത്. വമാ ബരിഅത് ഐനാഹു, അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളും സുഖമായിട്ടില്ല, ഇല്ലാ ബിതഫ്ലതി, എന്റെ തുപ്പുനീര് പുരട്ടിയപ്പോഴല്ലാതെ. ശൈഖ് ജീലാനിയുടെ വായിൽ തുപ്പുനീരെടുത്തിട്ട് യഅഖൂബ് നബിയുടെ കണ്ണും ഒന്ന് പരട്ടി കൊടുത്തപ്പോഴാണ് ആ അന്ധത, കാഴ്ചക്കുറവ് നീങ്ങിപ്പോയത് എന്നാണ്. ഇത് സമൂഹം ഇന്നും പാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മുബങ്ങന്മാരൊക്കെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഈ മാലപ്പാട്ടുകൾക്കെല്ലാം അടിസ്ഥാനപരമായി അവരാശ്രയിച്ചു കൊണ്ടിരിക്കുന്ന അറബി ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കിതാബിലാണ് ഈ എല്ലാ വിഡ്ഢിത്തങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ നിലക്കുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തെ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. അവരിതിനെ സംബന്ധിച്ചൊക്കെ അജ്ഞരാണ്. ഇവരോട് പറഞ്ഞു മനസ്സിലായി കൊടുക്കണം. അല്ലാഹ് പറയുന്നു നബിയോട് പോലും, നബിയെ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇവര് നബിയുടെ കാര്യം മാത്രമല്ല, ശൈഖ് ജീലാനിയെ കുറിച്ച് പോലും പറയാണ് അനകുന്തു. അല്ലാഹ് പറയുന്നു വമാ കുന്താന്ന് നബിയോട്. പക്ഷെ ശൈഖ് ജീലാനി പറയുന്നു അനകുന്തു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അല്ലാഹ് പറയുന്നു വമാ കുന്ത. റസൂലുള്ളാഹിനോട് പോലും പറയുന്നു നിങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല. ഏതാ വിശ്വസിക്കേണ്ടത്? അപ്പോ ഇന്ന് പല ആളുകൾക്കിടയിലുമുള്ള വിശ്വാസ രംഗത്തുള്ള അബദ്ധങ്ങൾ എത്രത്തോളം ആഴത്തിലാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ സന്ദർഭത്തിൽ ഗ്രഹിക്കാൻ വേണ്ടിയാണ്. ശാഖാപരമായ കേവലം ചില ചില്ലറ മസാല തർക്കങ്ങളൊന്നും അല്ല ഇതുള്ളത്. ഒരുപാട് അപകടകരമായ വാദങ്ങളും പ്രചരണങ്ങളുമൊക്കെ നടക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ഗ്രന്ഥം പഠിക്കണം, ഈ ഖുർആൻ നന്നായി നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഗൗരവത്തോടുകൂടെ തന്നെ നമ്മൾ ചിന്തിക്കണം. പ്രിയമുള്ളവരെ, ഇനി അങ്ങോട്ടാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഈ അധ്യായത്തിന്റെ ഏകദേശം അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരാമുഖം മാത്രമേ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനായിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ്
അല്ലാഹ് വരും നമ്മുടെ അവസരങ്ങളിൽ നമുക്ക് ഈ അധ്യായത്തിലൂടെ വളരെ കൃത്യമായി തന്നെ ഈ ചരിത്രത്തെ ശരിക്കും മനസ്സിലാക്കുകയും ഇതിലൂടെ നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ടുന്ന ഗുണപാഠങ്ങൾ എന്താണെന്ന് നന്നായി ഗ്രഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും അതിന്റെ ആശയങ്ങൾ ഗ്രഹിക്കുകയും അതിനെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു സംസ്കരണത്തിനുള്ള ഗ്രന്ഥമായി മാറ്റുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച ഈ 3-4 ആയത്തുകൾ നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ പിന്നീട് നോക്കണം, വായിക്കണം, പഠിക്കണം. ഇത് കേവലം അങ്ങനത്തെ ഒരു പ്രഭാഷണമായി നിങ്ങൾ കാണരുത്. സൂറത്തു യൂസുഫ് ഈ വിവരണങ്ങൾ കഴിയുമ്പോഴേക്ക് ഈ പ്രസംഗം ശ്രവിക്കുന്ന, ക്ലാസ് ശ്രവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആ അധ്യായം എന്താണെന്ന് ഗ്രഹിക്കാൻ സാധ്യമാകണം. അതിന് കേവലം ഞാൻ ഇവിടെ നിന്ന് പറയുന്ന സംസാരം മാത്രം പോരാ, നിങ്ങളുടെ കൂടി ഒരു വിദ്യാർത്ഥികൾ എന്ന നിലക്കുള്ള പഠിക്കാനുള്ള ഉത്സാഹവും ആവേശവും നിങ്ങളിൽ നിന്ന് ഉണ്ടാകണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ മഹാനായ പ്രവാചകന്റെ ചരിത്രത്തിലൂടെയുള്ള ഒരു വലിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരും. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ വസായിറ ബിലാദിൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ സദ്ദിദ് ഖുതാ ഹാകിമിനാ യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി وبركاته.